നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന സഭയ്ക്കുള്ളിൽ തന്നെ വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ചിട്ടുള്ള പ്രത്യേകിച്ച് കേരളത്തിലെ ഇന്നത്തെ സാഹചര്യത്തിൽ വളരെയേറെ കൺഫ്യൂഷൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് വിമോചന ദൈവശാസ്ത്രം, അതായത് ലിബറേഷൻ തിയോളജി. ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇപ്പോൾ ചെയ്യാൻ കാരണം 2015 ജൂലൈ 8 ഫ്രാൻസിസ് മാർപ്പാപ്പ ബൊളീവിയ സന്ദർശിച്ചപ്പോഴാണ് അവിടുത്തെ പ്രസിഡന്റ് ഇവോ മൊറാലെസ് അരിവാളിലും ചുറ്റികയിലും കൊത്തിയ ഒരു കുരിശ് രൂപം മാർപ്പാപ്പയ്ക്ക് സമ്മാനിച്ചു. മാർപ്പാപ്പ ആ സമ്മാനം സ്വീകരിക്കുകയും ചെയ്തു. ഇത്തരമൊരു കുരിശ് ആദ്യമായിട്ട് ഡിസൈൻ ചെയ്തത് ഒരു സ്പാനിഷ് ജെസ്യൂട്ട് വൈദികനായിട്ടുള്ള ലൂയിസ് എസ്പിനാലാണ്. ഈ ചിത്രം പങ്കുവെച്ചുകൊണ്ട് കുറച്ച് ദിവസം മുൻപ് ഫ്രെഡി ഫ്രാൻസിസ് ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടിരുന്നു. പക്ഷേ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് വ്യക്തമായ ഒരു ആശയക്കുഴപ്പമുണ്ട് എന്ന് മാത്രമല്ല, മറ്റുള്ളവരെയും ആശയക്കുഴപ്പത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹി മിസ്ഡ് 2 points ഹിയർ. ഒന്ന്, ഫ്രാൻസിസ് മാർപ്പാപ്പ കമ്മ്യൂണിസത്തെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞ മാർക്സിസ്റ്റ് ഐഡിയോളജി ഈസ് റോങ് എന്ന് കൃത്യമായിട്ട് തറപ്പിച്ചും ഉറപ്പിച്ചും പറഞ്ഞ ഒരു മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഇത് ഫ്രെഡിക്ക് അറിയത്തില്ലാത്തതാണോ അതോ സൗകര്യപൂർവ്വം വിസ്മരിക്കുന്നതാണോ എന്നറിയില്ല. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഈ കുരിശ് ഡിസൈൻ ചെയ്ത ലൂയിസ് എസ്പിനാളും ഒരു കമ്മ്യൂണിസ്റ്റുകാരനൊന്നുമല്ല. അദ്ദേഹം ലിബറേഷൻ തിയോളജിയുടെ വക്താവാണ്. പലരും വിമോചന ദൈവശാസ്ത്രത്തെ കമ്മ്യൂണിസവുമായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. അതിന് ന്യായമായ കാരണങ്ങളുണ്ട് കേട്ടോ, അതിൽ കുറ്റം പറയാൻ പറ്റില്ല. ഈ ഒരു കൺഫ്യൂഷനാണ് മിക്കവാറും ഫ്രെഡി ഫ്രാൻസിസിന് ഉള്ളത് എന്നാണ് ഞാൻ കരുതുന്നത്. ഇദ്ദേഹത്തിന് മറുപടി കൊടുത്തുകൊണ്ട് മറ്റൊരു വീഡിയോ ഇതിനോട് കൂടെ തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് ലിബറേഷൻ തിയോളജി, അതിൻ്റെ പോരായ്മകൾ എന്താണ്, ഇതൊരു കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രമാണോ, സഭ ഇതിനെ നിരോധിച്ചിട്ടുണ്ടോ, എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതായാലും ആദ്യം തന്നെ ഒരു ഗിവ് എവേയുമായിട്ട് നമുക്ക് തുടങ്ങാം. ഇതാ ഈ കാണുന്ന മൊബൈൽ സ്റ്റാൻഡാണ് സമ്മാനമായിട്ട്, നമ്മുടെ തിയോളജിക്കിൻ്റെ ലോഗോയുള്ള മൊബൈൽ സ്റ്റാൻഡ് സമ്മാനമായിട്ട് നൽകുന്നതാണ്. ഇനി ഒരു 3 ചോദ്യങ്ങളാണ്. ഈ 3 ചോദ്യങ്ങൾക്ക് ശരിയുത്തരം കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സമ്മാനം നേടാവുന്നതാണ്. അപ്പോൾ ഇതാണ് ചോദ്യങ്ങൾ. 1, വിമോചന ദൈവശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന 1971 തിയോളജി ഓഫ് ലിബറേഷൻ എന്ന വിഖ്യാത ഗ്രന്ഥം രചിച്ച വൈദികൻ്റെ പേര്. 2, 1984 വിമോചന ദൈവശാസ്ത്രത്തിലെ ചില തെറ്റായ പ്രവണതകളെ തിരുത്തിക്കൊണ്ട് വത്തിക്കാൻ പുറത്തിറക്കിയ രേഖയിൽ ഒപ്പുവെച്ച ഒരു കർദിനാൾ ഉണ്ടായിരുന്നു. ഇദ്ദേഹം പിന്നീട് മാർപ്പാപ്പയായി. ഈ കർദിനാളിൻ്റെ പേര് മാർപ്പാപ്പ ആയിക്കഴിഞ്ഞപ്പോൾ സ്വീകരിച്ച പേരല്ല, ഈ കർദിനാളിൻ്റെ ഒറിജിനൽ പേര്. 3ാമത്തെ ചോദ്യം, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്താൽ അവർ എന്നെ വിശുദ്ധർ എന്ന് വിളിക്കുന്നു, എന്നാൽ അവർക്ക് എന്തുകൊണ്ട് ഭക്ഷണം ഇല്ല എന്ന് ചോദിച്ചാൽ അവർ എന്നെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കുന്നു. പ്രശസ്തമായ ഈ വാചകം ഏത് ബ്രസീലിയൻ ആർച്ച് ബിഷപ്പിൻ്റെതാണ്? ഇവിടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കണ്ടീഷൻസ് ഒന്നുമില്ല കേട്ടോ. അകപ്പാട് ഒരൊറ്റ കണ്ടീഷൻസേ ഉള്ളൂ. ശരി ഉത്തരം ഒരൊറ്റ കമൻറ്റിൽ, സെപ്പറേറ്റ് കമൻ്റ് ആയിട്ടല്ല, സിംഗിൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് ഒരു വിജയിയെ തീരുമാനിച്ച് ഞാൻ അവർക്ക് സമ്മാനം നൽകുന്നതായിരിക്കും. ഇന്നത്തെ ഈ ഗിഫ്റ്റ് നിങ്ങൾക്കായിട്ട് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഷാലോംസ് ഗിഫ്റ്റിംഗ് ആണ്. ഇതൊരു കോർപ്പറേറ്റ് കമ്പനി ഒന്നുമല്ല കേട്ടോ, എൻ്റെ സുഹൃത്തുക്കൾ തന്നെ നടത്തുന്ന ഒരു സംരംഭമാണ്, ചെറിയൊരു സംരംഭമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവർ പ്രധാനമായിട്ടും കോർപ്പറേറ്റ് ഗിഫ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ടീഷർട്ടുകളോ ബോട്ടിലുകളോ കുപ്പികളോ അങ്ങനെ എന്ത് സാധനം വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് ലഭിക്കാനായിട്ട് ഇത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരത് ചെയ്തു തരുന്നതായിരിക്കും. ഇതുപോലെ ഗിഫ്റ്റുകൾ സ്പോൺസർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബിസിനസ് നമ്മുടെ പ്ലാറ്റ്ഫോമിലൂടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതേ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. ഇനി എന്താണ് ലിബറേഷൻ തിയോളജി എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമേ തന്നെ പറയട്ടെ, ഈ ലിബറേഷൻ തിയോളജി കമ്മ്യൂണിസം അല്ല. 1960കളിൽ ലാറ്റിൻ അമേരിക്കയിലെ കൊടും ദാരിദ്ര്യത്തിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം. അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ അനുഭവിച്ചിരുന്ന കഷ്ടപ്പാടുകൾ കണ്ടപ്പോൾ ചില വൈദികരും തിയോളജിയൻസും പറഞ്ഞു, നമ്മളിങ്ങനെ ബൈബിളൊക്കെ വായിച്ച് പള്ളിയിൽ ഇരുന്നിട്ട് കാര്യമില്ല, വെളിയിലേക്ക് ഇറങ്ങി ജനങ്ങൾക്കിടയിൽ അവരുടെ കണ്ണിലൂടെ ബൈബിളിനെ കാണണം എന്ന് അവർ ചിന്തിച്ചു തുടങ്ങി. എന്നാൽ സഭ എന്നും പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് പ്രിഫറൻഷ്യൽ ഓപ്ഷൻ ഫോർ ദ പുവർ എന്നത്. അതായത് ദൈവം എപ്പോഴും അടിച്ചമർത്തപ്പെട്ടവരുടെ കൂടെയാണ്. ഈ ഒരു നല്ല ഉദ്ദേശം തന്നെയാണ്
ലിബറേഷൻ തിയോളജിയുടെ ആരംഭത്തിലും ഉണ്ടായിരുന്നു. ബൈബിളിൽ ഈ പ്രിഫറൻഷ്യൽ ഓപ്ഷൻ ഫോർ ദ പുവർ, അതായത് പാവങ്ങളോടുള്ള പ്രത്യേക കരുതൽ എന്നത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പാവങ്ങളെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ കടമയാണ് എന്ന് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം വളരെ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാവങ്ങളെ ചൂഷണം ചെയ്യുന്ന സമ്പന്നരെ ബൈബിൾ ആവർത്തിച്ച് കുറ്റപ്പെടുത്തുകയാണ്. ശ്രദ്ധിക്കുക, യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 5-ാം അധ്യായത്തിൽ 5-ാം അധ്യായം 1, 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ എത്ര കടുത്ത ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നോക്കുക. സമ്പന്നരെ കേൾക്കുവിൻ, വരാനിരിക്കുന്ന ദുരിതങ്ങളെ ഓർത്ത് നിങ്ങൾ കരഞ്ഞു വിളിക്കുവിൻ. നിങ്ങളുടെ വയലുകളിൽ കൊയ്ത്തു നടത്തിയ വേലക്കാർക്ക് കൊടുക്കാതെ പിടിച്ചുവെച്ച കൂലി ഇതാ നിലവിളിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ സുഖലോലുപരായി ജീവിച്ചു, കൊലയുടെ ദിവസത്തേക്ക് നിങ്ങൾ ഹൃദയങ്ങളെ പുഷ്ടിപ്പെടുത്തി. ഇനി അതേ ലേഖനത്തിൽ തന്നെ 2-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ പണക്കാരോട് പക്ഷപാതം കാണിക്കുന്നതിനെയും യാക്കോബ് ശ്ലീഹ ചോദ്യം ചെയ്യുന്നുണ്ട്. നല്ല വസ്ത്രം ധരിച്ചവനെ നോക്കി അങ്ങ് ഇവിടെ ഇരുന്നാലുമെന്നും ദരിദ്രനോട് നീ അവിടെ നിൽക്കൂ എന്നും നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്കിടയിൽ തന്നെയല്ലേ നിങ്ങൾ വിവേചനം കാണിക്കുന്നത്? നോക്കൂ, പാവപ്പെട്ടവനോട് കരുണയും മർദ്ദിതരെ ചൂഷണം ചെയ്യുന്ന ധനവാന്മാരോട് ഉപയോഗിക്കുന്ന പരുഷമായ ഭാഷയും ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഇവിടെയാണ് പലർക്കും തെറ്റുന്നത്. ബൈബിൾ സമ്പന്നരെ വിമർശിക്കുന്നുണ്ടെന്നുള്ള സത്യം തന്നെയാണ്. പക്ഷേ അതിനർത്ഥം പ്രൈവറ്റ് പ്രോപ്പർട്ടി, സ്വകാര്യ സ്വത്ത് ബൈബിൾ നിരോധിക്കുന്നു എന്നാണോ? ഒരിക്കലുമല്ല. ഇവിടെയാണ് സഭയും മാർക്സിസവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. മാർക്സിസം സ്വകാര്യ സ്വത്തിനെ, പ്രൈവറ്റ് പ്രോപ്പർട്ടിയെ ഒരു തിന്മയായി കാണുമ്പോൾ സഭ അതിനെ മനുഷ്യൻ്റെ നാച്ചുറൽ റൈറ്റ്, അതായത് സ്വാഭാവികമായ ഒരു അവകാശമായിട്ടാണ് കാണുന്നത്. ശ്രദ്ധിക്കണേ, നാച്ചുറൽ റൈറ്റ് എന്നാണ് പറയുന്നത്, അൺലിമിറ്റഡ് അല്ലെങ്കിൽ അനിയന്ത്രിതമായിട്ടുള്ള ഒരു അവകാശമെന്നല്ല. കമ്മ്യൂണിസവും ക്രിസ്തുമതവും പ്രഥമ ദൃഷ്ട്യാ ചേർന്ന് പോകില്ല എങ്കിലും വിമോചന ദൈവശാസ്ത്രത്തിൽ കമ്മ്യൂണിസവുമായുള്ള അന്തർധാര വളരെ പ്രകടമാണ്. അതുകൊണ്ടാണ് വിമോചന ദൈവശാസ്ത്രത്തിന്റെ വക്താക്കളിൽ പലരെയും കമ്മ്യൂണിസ്റ്റുകളായി നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദാരിദ്ര്യത്തെക്കുറിച്ച് പഠിക്കാൻ ഇവർ മാർക്സിന്റെ സിദ്ധാന്തങ്ങളെ ഒരു ടൂൾ അഥവാ ഒരു ഉപകരണമായിട്ടാണ് ഉപയോഗിച്ചത്. ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല കേട്ടോ. സഭയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളല്ലാത്ത ചിന്തകരുടെ ആശയങ്ങൾ നമ്മൾ ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് വിശുദ്ധ തോമസ് അക്വീനാസ് തൻ്റെ തിയോളജി എഴുതാൻ അരിസ്റ്റോട്ടിലിയൻ ഫിലോസഫിയാണ് ഉപയോഗിച്ചത്. അതുപോലെ തന്നെ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കത്തോലിക്ക തിയോളജിയന്മാരിൽ ഒരാളായ കാൾ റാനർ മാർട്ടിൻ ഹൈഡഗറിൻ്റെ ഫിലോസഫിയുടെ അടിസ്ഥാനത്തിലാണ് തൻ്റെ ദൈവശാസ്ത്രം അവതരിപ്പിക്കുക. റാനർ ഹൈഡഗറുടെ ആശയങ്ങൾ അപ്പാടെ സ്വീകരിക്കുകയല്ല, മറിച്ച് ഹൈഡഗറുടെ ചിന്താരീതികളെയും വാക്കുകളെയും കടമെടുത്ത് സ്വാംശീകരിച്ചുകൊണ്ട് അതിനെ കത്തോലിക്ക വിശ്വാസത്തിന് ഇണങ്ങുന്ന രീതിയിലൊന്ന് മാറ്റിയെടുക്കുകയാണ്, അഥവാ റീകോണ്ടെക്സ്ച്വലൈസ് ചെയ്യുകയാണ് അദ്ദേഹം ചെയ്തത്. ഇതേ യുക്തിയാണ് വിമോചന ദൈവശാസ്ത്രത്തിൻ്റെ വക്താക്കളും പറയുന്നത്. അവർ പറയുന്നു, ഞങ്ങൾ മാർക്സിൻ്റെ നിരീശ്വരവാദം എടുക്കുന്നില്ല, പക്ഷേ മുതലാളിത്തത്തെ വിമർശിക്കാൻ മാർക്സിൻ്റെ സോഷ്യോളജി ഉപയോഗിക്കുന്നുവെന്ന്, അതായത് മാർക്സിസത്തെ ഒരു സോഷ്യൽ സയൻസായി പരിഗണിച്ചുകൊണ്ട് ഉപയോഗിക്കുന്നുവെന്ന്. ഇങ്ങനെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ വിശകലനം ചെയ്യാൻ മാർക്സിസത്തെ ഒരു ടൂൾ ആയി ഉപയോഗിക്കുന്നതിനെയാണ് മാർക്സിസ്റ്റ് അനാലിസിസ് ഓഫ് ദ റിയാലിറ്റി എന്ന് വിളിക്കുന്നത്. പക്ഷേ പ്രശ്നം ഇവിടെയാണ്. ലിബറേഷൻ തിയോളജി ഈസ് എ ഹൗസ് ബിൽറ്റ് ഓൺ ദ ഷേക്കി ഗ്രൗണ്ട് ഓഫ് മാർക്സിസം. ലളിതമായി പറഞ്ഞാൽ മണലിന്മേൽ പണിത ഒരു വീടാണ് ഈ ലിബറേഷൻ തിയോളജി. മാർക്സിസം പരാജയപ്പെടുന്നിടത്ത് അതിനെ അടിസ്ഥാനമായി പണിതുയർത്തിയ ഈ തിയോളജിയും അനിവാര്യമായി പരാജയപ്പെടുകയാണ്. സഭ പാവങ്ങളോട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയാണ് വിമോചന ദൈവശാസ്ത്രത്തിലൂടെ ശ്രമിക്കുന്നത്. എന്നാൽ വിരോധാഭാസം എന്ന് പറയട്ടെ, പാവങ്ങൾക്ക് വേണ്ടിയിരുന്നത് ഈ രാഷ്ട്രീയമായിരുന്നില്ല. തൽഫലമായിട്ട് അവർ സഭയെ വിട്ടുപോകുന്നു. വിമോചന ദൈവശാസ്ത്രമൊക്കെ ആരംഭിക്കുമ്പോൾ 90% ഉണ്ടായിരുന്ന ബ്രസീലിലെ കത്തോലിക്ക ജനസംഖ്യ ഇന്ന് 50% അടുക്കുന്നുണ്ടെങ്കിൽ വിമോചന ദൈവശാസ്ത്രം അമ്പേ പരാജയപ്പെട്ടു എന്നതിൻ്റെ തെളിവാണത്. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാകുവാൻ വേണ്ടി ഇത്തരം രാഷ്ട്രീയ ആദർശങ്ങൾ ഉയർത്തിപ്പിടിച്ചപ്പോൾ സഭയ്ക്ക് ഒരു കാര്യത്തിൽ തെറ്റിപ്പോയി. ശബ്ദമില്ലാത്തവർക്ക് വേണ്ടി
വിപ്ലവത്തിന് ഇറങ്ങിത്തിരിക്കും മുൻപ് അവർക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടിയിരുന്നതെന്നുള്ള അവരുടെ ശബ്ദം കേൾക്കാൻ നമ്മൾ മറന്നുപോയി. ക്രൈസ്തവ വിശ്വാസത്തെ മാർക്സിസത്തിന്റെ ഭൗതികവാദവുമായി കൂട്ടിക്കെട്ടാൻ ശ്രമിച്ചതാണ് ഇവിടെ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. പല വിമോചന ദൈവശാസ്ത്രജ്ഞർക്കും വിശ്വാസം എന്നത് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള വെറുമൊരു രാഷ്ട്രീയ പോരാട്ടമായി മാത്രം മാറി. എന്നാൽ യേശുക്രിസ്തു വളരെ വ്യക്തമായി പഠിപ്പിച്ചു, എൻ്റെ രാജ്യം ഐഹികമല്ല. ഭൂമിയിൽ ഒരു ഉട്ടോപ്യ പണിയുക എന്ന കമ്മ്യൂണിസ്റ്റ് സ്വപ്നമല്ല ക്രൈസ്തവർക്കുള്ളത്. സഭയുടെ ചരിത്രമൊന്ന് പരിശോധിച്ചു നോക്കുക. വിശുദ്ധ പീറ്റർ ക്ലാവർ, വിൻസെന്റ് ഡിപ്പോൾ, മദർ തെരേസ, സെയിന്റ് ഡാമിയൻ, ഡോൺ ബോസ്കോ, മാർട്ടിൻ ഡി പോറസ്, കത്തോലിക്ക വിശുദ്ധർ പാവങ്ങളുടെയും മർദ്ദിതരുടെയും ഉന്നമനത്തിനായി ചെയ്ത പ്രവൃത്തികൾ ഇന്നും സഭ തുടർന്നു വരുന്നുണ്ട്. ഇവരാരും വിപ്ലവത്തിലൂടെ അധികാരം പിടിച്ചെടുത്തിട്ടല്ല പാവങ്ങളെ ശുശ്രൂഷിച്ചത്, മറിച്ച് ക്രിസ്തുവിൻ്റെ സ്നേഹം പകർന്നു നൽകാനാണ് അവർ ശ്രമിച്ചത്. ഇവിടെയാണ് നമുക്ക് ബാലൻസ് തെറ്റാൻ പാടില്ലാത്തത്. ശരിയാണ്, മനുഷ്യൻ്റെ ഭൗതിക ആവശ്യങ്ങളെ കണ്ടില്ല എന്ന് നടിച്ച് ആത്മീയത മാത്രം പ്രസംഗിക്കുന്നത് തെറ്റാണ്. പട്ടിണി കിടക്കുന്നവന് സുവിശേഷം മാത്രം നൽകിയാൽ പോരാ, ഭക്ഷണവും നൽകണം. പക്ഷേ അതിന് നേരെ വിപരീതമായി വെറും ഭൗതിക ഉന്നമനത്തിന് വേണ്ടി മാത്രമായി മനുഷ്യജീവിതത്തെ ചുരുക്കുമ്പോഴാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. ഭൗതികമായ ദാരിദ്ര്യത്തെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ ആത്മീയ ദാരിദ്ര്യത്തെ നമ്മൾ മറന്നു പോകരുത്. മനുഷ്യ, നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്കെന്ത് ഫലം എന്ന ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറയേണ്ടതായി വരും. വിമോചന ദൈവശാസ്ത്രത്തിലെ ഏറ്റവും വലിയ പിഴവിതാണ് ദാരിദ്ര്യം ഇല്ലാതാകുന്നതോടെ തിന്മയും ഇല്ലാതാകുന്നു എന്ന തെറ്റിദ്ധാരണ. നോക്കൂ, ധനികരെല്ലാവരും പാപികളാണെന്നോ ദരിദ്രരെല്ലാവരും വിശുദ്ധരാണെന്നോ ഉള്ള കാഴ്ചപ്പാട് ബൈബിളിൻ്റേതല്ല. യേശു ഒരിക്കലും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അടിസ്ഥാനപരമായി തിന്മ എന്നത് മനുഷ്യൻ്റെ സാമ്പത്തിക അവസ്ഥയിലല്ല ഉള്ളത്, അവൻ്റെ ഹൃദയത്തിലാണ് തിന്മയും നന്മയും കുടികൊള്ളുന്നത്. വഞ്ചനയും ചതിയും തട്ടിപ്പുമെല്ലാം പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലുണ്ട്. പാപം എന്നതൊരു ക്ലാസ് പ്രോബ്ലം അല്ല, ഒരു വർഗ സമര പ്രശ്നമല്ല, അതൊരു ഹ്യൂമൻ പ്രോബ്ലമാണ്. അതുകൊണ്ട് ധനവാന്മാർ എന്നൊരു വിഭാഗം ഇല്ലാതായി കഴിഞ്ഞാൽ ക്രിസ്തു വിഭാവനം ചെയ്ത രക്ഷ സാധ്യമാകുമെന്ന് കരുതുന്നത് മൗഢ്യമാണ്. ഇത് ബൈബിളിൻ്റെ അടിസ്ഥാന പഠനങ്ങൾക്ക് വിരുദ്ധവുമാണ്. ഏറ്റവും സങ്കടകരമായ കാര്യം, ക്രിസ്തു വിഭാവനം ചെയ്ത രക്ഷ അക്രമത്തിലൂടെ നേടിയെടുക്കേണ്ടതാണെന്ന് ചില വിമോചന ദൈവശാസ്ത്രത്തിൻ്റെ വക്താക്കൾ കരുതി. അതിനായിട്ട് അവർ മാതൃകയാക്കിയത് ചെഗുവേരയെ പോലെയുള്ള ചില വിപ്ലവകാരികളെയായിരുന്നു. യുവജനങ്ങളുടെ ടീഷർട്ടുകളിലൊക്കെ കാണുന്ന ആ വിപ്ലവ ഹീറോ ചെഗുവേര. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചരിത്രം പഠിപ്പിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ചോര പുരണ്ട മറ്റൊരു മുഖമാണ്. അതങ്ങനെയാണ്, അത് ചരിത്രം അങ്ങനെയാണ്. നിങ്ങൾ ഹീറോയായി കാണുന്ന ചെഗുവേരയുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് അറിയാമോ? ക്യൂബയിലെ ഗ്വാനഹെക്കാബിറ്റ്സ് എന്ന വിജനമായ സ്ഥലത്ത് ആദ്യത്തെ നിർബന്ധിത ലേബർ ക്യാമ്പ് സ്ഥാപിച്ച് പാവപ്പെട്ട തൊഴിലാളികളെ ക്രൂരമായി പീഡിപ്പിച്ചത് ഇദ്ദേഹമാണ്. ഈ ക്രൂരതകളുടെ തുടർച്ചയായാണ് ക്യൂബയിൽ പിന്നീട് കുപ്രസിദ്ധമായ UMAP കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഉയർന്നു വരുന്നത്. അവിടെ ക്രൈസ്തവ വൈദികരെയും കലാകാരന്മാരെയും പത്രപ്രവർത്തകരെയും എന്തിന് സ്വവർഗ അനുരാഗികളെ പോലും കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ അടിച്ച് ഇലക്ട്രിക് ഷോക്ക് നൽകിയും മർദ്ദിച്ചും അവരെ പീഡിപ്പിച്ചത് പുറമേ വലിയ പുരോഗമനം പ്രസംഗിക്കുന്ന ഇതേ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ വക്താക്കൾ തന്നെയായിരുന്നു എന്നതാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിരോധാഭാസം. അതുമാത്രമല്ല, ക്യൂബൻ വിപ്ലവത്തിന് ശേഷം ലാ കബാന കോട്ടയിലെ ജയിലിൽ വൈദികരും മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ എതിരാളികളും അടക്കം നൂറുകണക്കിന് മനുഷ്യരെ ശരിയായ വിചാരണ പോലും കൂടാതെ വരി നിർത്തി വെടിവെച്ച് കൊല്ലാൻ നേതൃത്വം നൽകിയത് ലാ കബാനയിലെ അറവുകാരൻ, ദ ബുച്ചർ ഓഫ് ലാ കബാന എന്നറിയപ്പെടുന്ന ചെഗുവേര തന്നെയാണ്. അതങ്ങനെയാണ്, അത് ചരിത്രം അങ്ങനെയാണ്. ഒരു നിമിഷം ചിന്തിക്കുക, ഹിറ്റ്ലറെ എതിർക്കുന്ന നിങ്ങൾ തന്നെ ഹിറ്റ്ലറുടെ അതേ ക്രൂരകൃത്യങ്ങൾ ചെയ്ത ചെഗുവേരയെ വാഴ്ത്തുന്നത് എന്തുമാത്രം വലിയ വിരോധാഭാസമാണെന്ന് ചിന്തിക്കുക. കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ തൊഴിലാളികളുടെ പറുദീസയാണെന്നാണ് വെപ്പ്. ഒന്ന് ചോദിക്കട്ടെ, സാധാരണ രാജ്യങ്ങൾ അതിർത്തികൾ പണിയുന്നത് എന്തിനാണ്? വെളിയിലുള്ളവർ അകത്തോട്ട് കയറാതിരിക്കാനാണ്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ അതിർത്തികളും മതിലുകളും പണിതത് എന്തിനാണെന്ന് അറിയാമോ? ഈ പറുദീസായിലെ അടിമപ്പണി ഭയന്ന് അവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികൾ
പേടിച്ചോടി മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാതിരിക്കാനായിട്ടാണ്. ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയാ. ബെർലിൻ മതിൽ മുതൽ ഉത്തര കൊറിയ വരെ നോക്കിയാൽ കാണാം, ജനങ്ങളെ സംരക്ഷിക്കാനല്ല, അവരെ തടവിലിടാൻ വേണ്ടി പണിതുയർത്തിയ നിങ്ങളുടെ മതിലുകൾ. സ്വന്തം ജനതയ്ക്ക് രക്ഷപ്പെടാൻ ഒരു അവസരം കിട്ടിയാൽ ഓടി രക്ഷപ്പെടുന്ന ഒരേ ഒരു ഭരണകൂടം ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളായിരിക്കും. അതങ്ങനെയാണ്, അത് ചരിത്രം അങ്ങനെയാണത്. ഇത്തരം മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ആശയങ്ങളെയും മനുഷ്യരെയും അടിസ്ഥാനമാക്കിയിട്ടാണ് വിമോചന ദൈവശാസ്ത്രം പണിതുയർത്തിയത് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബലഹീനത. ഈ ദൈവശാസ്ത്രത്തിൻ്റെ അപകടങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് 1984 CDF, കോൺഗ്രിഗേഷൻ ഫോർ ദ ഡോക്ട്രിൻ ഓഫ് ദ ഫെയ്ത്ത്, ഇൻസ്ട്രക്ഷൻ ഓൺ സർട്ടൻ ആസ്പെക്ട്സ് ഓഫ് ദ തിയോളജി ഓഫ് ലിബറേഷൻ എന്ന രേഖയിലൂടെ ഇതിനെ തിരുത്തുന്നുണ്ട്. നിരോധിക്കുന്നില്ല കേട്ടോ, ഇതിന് കാര്യമായ തിരുത്തലുകൾ നൽകുന്നുണ്ട്. ഇതിലെ ചില തെറ്റായ പ്രവണതകളെ തിരുത്തുക മാത്രമാണ് ചെയ്യുന്നത്. ആ രേഖയുടെ തുടക്കത്തിൽ തന്നെ സഭ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്, ദ ഡിസയർ ഫോർ ലിബറേഷൻ ഫ്രം എവറി ഫോം ഓഫ് ഓപ്പറേഷൻ ഈസ് ലെജിറ്റിമേറ്റ് ആൻഡ് നെസസറി. അതായത് എല്ലാത്തരം അടിച്ചമർത്തലുകളിൽ നിന്നും മോചനം നേടാനുള്ള മനുഷ്യൻ്റെ ആഗ്രഹം ന്യായമാണെന്ന് മാത്രമല്ല അത്യാവശ്യമാണ് എന്ന് സഭ എടുത്തു പറയുന്നു. സഭ എതിർത്തത് വിമോചനം എന്ന ലക്ഷ്യത്തെ അല്ല, മറിച്ച് ആ ലക്ഷ്യം നേടാൻ വേണ്ടി ഈ ദൈവശാസ്ത്രം പണിതുയർത്തിയ അടിസ്ഥാനമായ മാർക്സിസം എന്ന തെറ്റായ ചിന്താരീതിയെയാണ്. സുവിശേഷത്തെ വെറും ഒരു പ്രത്യയശാസ്ത്രമായി തരം താഴ്ത്തരുത് എന്ന് സഭ വളരെ കൃത്യമായി പഠിപ്പിച്ചു. അവസാനമായി ഇത്രയേ പറയാനുള്ളൂ, വിമോചന ദൈവശാസ്ത്രം ചോദിച്ച ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. ദാരിദ്ര്യവും അനീതിയും ഇന്നും നമ്മുടെ സമൂഹത്തിൽ പ്രബലമാണ്. പാവങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുക എന്നത് സഭയുടെയും ഓരോ വിശ്വാസിയുടെയും കടമ തന്നെയാണ്. പക്ഷേ ആ ലക്ഷ്യം നിറവേറ്റാൻ നമുക്ക് വേണ്ടത് മാർക്സിൻ്റെ അക്രമ രാഷ്ട്രീയമല്ല, നമുക്ക് വേണ്ടത് വിദ്വേഷത്തിൻ്റെ വിപ്ലവമല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ കരുണയുടെ വിപ്ലവമാണ്.